ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഥവാ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ്, വിടവുകളിലെ ദൈവം എന്ന കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയും ഈ സോളാർ സിസ്റ്റം അതിൻ്റെ അപ്പുറത്തേക്ക് ഗാലക്സികളുണ്ട്. ഇങ്ങനത്തെ കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാണ്. ഇതെല്ലാം കൂടി ചേർന്ന വളരെ വിശാലമായ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ലോകമാണ് ഈ യൂണിവേഴ്സ് അഥവാ ഈ പ്രപഞ്ചം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നതൊക്കെ. പക്ഷേ ഒരു ഐസക് ന്യൂട്ടന്റെ കാലത്തിലേക്ക് പോയാൽ പോലും ഇത്ര വിശാലമല്ലായിരുന്നു ഈ ലോകം. അതായത് ലോകത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, അതായത് മനുഷ്യർക്ക് പലതിനെ പറ്റിയും അറിവില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ ദൈവമായിരുന്നു. അതായത് ഈ ഐസക് ന്യൂട്ടന്റെ കാലത്ത് നിന്നും കഷ്ടിച്ചൊരു 100 വർഷമായിട്ടുള്ളൂ ഈ യൂണിവേഴ്സ് ഇത്ര വലുതാണെന്നും ഗാലക്സികൾ ഉണ്ടെന്ന് വരെ മനുഷ്യൻ ഈ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതിനു മുമ്പ് മനുഷ്യന്റെ ലോകം കുറെ കൂടി ചെറുതായിരുന്നു. അതായത് ഈ സോളർ സിസ്റ്റത്തിന്റെ അകത്തൊക്കെ തന്നെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒക്കെ ദൂരം എന്ന് പറഞ്ഞാൽ തന്നെ ചന്ദ്രനും ആ സ്ഥലങ്ങളൊക്കെ സ്വർഗത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അന്നത്തെ മനുഷ്യന് പല കാര്യങ്ങളും, അറിയാത്ത കാര്യങ്ങളൊക്കെ ദൈവങ്ങളായിരുന്നു. അതായത് ചന്ദ്രൻ എന്തായിരിക്കും ഇങ്ങനെ നീങ്ങുന്നത്, അപ്പൊ അത് നമ്മുടെ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന എന്തോ വലിയ ശക്തിയാണ്. അപ്പൊ അത് ദൈവമായിരിക്കും ആ നീക്കുന്നത്. അപ്പൊ അന്നത്തെ ആൾക്കാർ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ദൈവമാണ്. സൂര്യൻ ഇങ്ങനെ വരുന്ന ദൈവമാണ്, മിന്നൽ ദൈവമാണ്, മഴ ദൈവമാണ്, അഗ്നിപർവ്വതം പൊട്ടുന്നു, ഈ വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദൈവമായിരുന്നു. പല സംസ്കാരങ്ങളും നമുക്ക് നോക്കി അറിയാം. ഇപ്പം മഴ, മിന്നൽ, ഇതൊക്കെ ദൈവങ്ങളായിരുന്നു. മിന്നൽ തന്നെ ഇവിടെ ഇന്ദ്രനുണ്ട്, അല്ലെങ്കിൽ ഗ്രീസിലാണെങ്കിൽ തോർ എന്ന് പറഞ്ഞ ദൈവമുണ്ട്, മിന്നലിന്റെ ദൈവം. ഇപ്പൊ കാട്ടുതീ വരുന്നത് എന്താ, അത് ദൈവത്തിന്റെ ശിക്ഷയിരിക്കും. അല്ലെങ്കിൽ അസുഖങ്ങൾ ദൈവമാണ്. അപ്പൊ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയുള്ള ജീവികൾ മനുഷ്യനെ പാരസൈറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ. ഈ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഇതൊക്കെ, ടെലിസ്കോപ്പ് ആണെങ്കിൽ ആകാശത്തേക്കും, മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കും, സൂക്ഷ്മ ലോകം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേൾഡിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പുറത്തെന്താ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അകത്തെന്താ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും തോറും ദൈവം അവിടെ നിന്നൊക്കെ പിന്നെയും അകന്നകന്ന് പോയി. ഇങ്ങനത്തെ അറിവ് വരും തോറും ഇപ്പൊ ഇന്ന് നമുക്കറിയാം, ഈ മഴ എന്ന് പറഞ്ഞാൽ അത് H2O ആണ് മഴ. അതേപോലെ മിന്നൽ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്, വൈദ്യുതിയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഈ അറിവ് വികസിക്കും തോറും, നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കും തോറും ഈ ദൈവം കൈവച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൈവം പയ്യെ അകന്നകന്ന് പോകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അങ്ങനെ ന്യൂട്ടൺ വളരെ സിമ്പിളായിട്ട്, ഭൂമിയിൽ ഒരു ആപ്പിൾ വീഴുന്ന അതേ സിമ്പിളായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഈ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതെന്നും ഈ ഗ്രാവിറ്റിയാണ് ഈ സംഭവം എന്നുള്ള വളരെ ഭംഗിയായിട്ട് നിർവചിച്ചപ്പോൾ അവിടെ നിന്ന് അത്രയും നാൾ സ്വർഗത്തിന്റെ ഭാഗം വരുന്ന ആ സ്ഥലങ്ങൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അതീന്ദ്രിയമായ ശക്തികളൊക്കെ കൈയടക്കി വെച്ചിരുന്ന ആ സ്ഥലത്തേക്ക് മനുഷ്യൻ അതിക്രമിച്ച് കയറുകയാണ് ഉണ്ടായത്. പിന്നെ അവിടെ നിന്നൊക്കെ ദൈവം ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലെ? അപ്പൊ ഈ മൈക്രോസ്കോപ്പിനും ഈ സൂക്ഷ്മജീവികളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അസുഖങ്ങൾ, ഇപ്പൊ ഈ ചിക്കൻ ബോക്സ്, സ്മോൾ ബോക്സ് ഒക്കെ മാരിയമ്മന്റെ വിളയാട്ട് വരുന്നത്. അതേപോലെ ഇത് പല സംസ്കാരങ്ങളിലും പല പല ദൈവകോപങ്ങളും ഇതൊക്കെ ആയിട്ടായിരുന്നു നിർവചിച്ചിരുന്നത്. അവിടെയും ശാസ്ത്രം പുരോഗമിക്കുന്നതോറും ദൈവങ്ങളും ഇങ്ങനത്തെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രേതങ്ങൾ, ഇതൊക്കെ പിന്നെ അകന്നകന്ന് പോയതാണ് കണ്ടത്. ലൈറ്റ് വന്നപ്പോൾ യക്ഷികൾ പിന്നെ അപ്രത്യക്ഷമായി. അങ്ങനത്തെ കഥകൾ പതുക്കെ അപ്രത്യക്ഷമായി. അങ്ങനെ ശാസ്ത്രീയമായുള്ള അറിവ് വികസിക്കുന്നതോറും നമ്മുടെ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള സ്ഥലമൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് ദൈവം അകന്നകന്ന് ഇന്ന് ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത സ്ഥലങ്ങൾ, അതായത് ഈ ഇലക്ട്രോണിന് ചുറ്റും ആറ്റം കറങ്ങുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പോഴും കണ്ടുപിടുത്തം നടത്തുന്ന ഏരിയകൾ, ഇപ്പൊ നമുക്ക് അറിയാത്ത ആ സ്ഥലത്താണ് ഈ വിശ്വാസികൾ അല്ലെങ്കിൽ മതത്തിന്റെ വക്താക്കൾ ദൈവത്തിനെ കൊണ്ടിരുത്തുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഒരു രാജാവ് ഒരു കോട്ടയുടെ അകത്ത് പേടിച്ചിരിക്കുകയാണ്. ഈ രാജാവിന്റെ ചുറ്റും കുറെ പരിചാരകരുണ്ട്. അപ്പൊ ഈ കോട്ടയുടെ പുറത്തുനിന്ന് എന്തോ വലിയ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ശബ്ദത്തിനും ഈ പരിചാരകർ ഇങ്ങനെ ഞെട്ടി വിറക്കാണ്, രാജാവ് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ രാജാവ് വളരെ സർവശക്തനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, അല്ലെ? ഈ രാജാവിന് രക്ഷിക്കൽ ആവശ്യമുണ്ടെന്നും ഈ രാജാവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ദൈവം നേരിടുന്നത്. അതായത് ഓരോ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും ഈ മതത്തിന്റെ വക്താക്കളും ഇവരൊക്കെ ദൈവത്തിനെ അവിടെ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ ഈ വളർച്ചേനെ, ശാസ്ത്രീയമായുള്ള ഈ വളർച്ചയെ, നമ്മുടെ ഈ പ്രോഗ്രസിനെ പിന്നോട്ട് വലിക്കുന്ന ചില ഫാക്ടേഴ്സും ചില കാര്യങ്ങളും ഇതിന്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ്, എന്ത് പുതിയ ശാസ്ത്രീയമായുള്ള കണ്ടുപിടുത്തങ്ങൾ, എന്ത് പുതിയ ഒരു കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും ഈ മതത്തിന്റെ അല്ലെങ്കിൽ ചില ആളുകൾ, ചില സെറ്റ് ഓഫ് ആളുകൾ ഇത് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളൊരു വാദം.
ഇതാണ് ഈ പ്രോഗ്രസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. അതായത് പുതിയ എന്ത് കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും ഇത് ഈ ശാസ്ത്രജ്ഞരും ഇങ്ങനത്തെ കുറെ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഹാർഡ് വർക്കിലൂടെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് വിശുദ്ധ ബുക്കും കൊണ്ട് വരുന്ന ആൾക്കാർ പറയുന്നത് ഇത് ഞങ്ങളുടെ ബുക്കിലുള്ളതാണ്. ഇത് അവരുടെ ഒരു മുഖം രക്ഷിക്കൽ പരിപാടിയാണ്. സത്യത്തിൽ ഇതൊരു ചതിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിനും ഇങ്ങനത്തെ പല ഫെസിലിറ്റീസും അവർക്ക് പണ്ടേ ഉണ്ടാക്കായിരുന്നല്ലോ, അത് നോക്കി. അപ്പോൾ ഇവർ സത്യത്തിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത് ശാസ്ത്രത്തോടും നമ്മുടെ മോഡേൺ സൊസൈറ്റിയോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ്. പക്വതയുള്ള ഒരു ആത്മീയത ഒരിക്കലും ശാസ്ത്രത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കില്ല. അത് അവിടെ ഒരു മത്സരമാണ് പിന്നെ നടക്കുക. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ദൈവമാണെന്ന് പറയുന്നത്. കുട്ടികളാണ് ഇതിൻ്റെ പ്രധാന ഒരു ഇര. കുട്ടികളും ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകളും ഇങ്ങനെ അന്വേഷണ ത്വരതയുള്ള ആളുകളൊക്കെ അവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇരയേക്കപ്പെടുന്നവർ. അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞാൽ ആ ചോദ്യം അല്ലെങ്കിൽ ആ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുക. പിന്നെ ദൈവമുണ്ടോ, പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ സത്യം എന്താണെന്ന് അത് സത്യസന്ധമായിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ പുരോഗതിയോടും ഈ വരും തലമുറയോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പണ്ട് ന്യൂട്ടൺ എന്തുകൊണ്ടാണ് ആപ്പിൾ താഴെ വീഴുന്നത്? അത് ഗ്രാവിറ്റി അല്ല, അത് ദൈവമാണെന്ന് ഒരാൾ പറഞ്ഞെങ്കിൽ ആ അന്വേഷണം അവിടെ തീർന്നേനെ. ഇന്ന് നമുക്കുണ്ടായ പല വളർച്ചയും ഇപ്പൊ നോക്കിയോ, സാറ്റലൈറ്റിന്റെ ഒരു ചലനോ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നതും എല്ലാത്തിലും ഈ ഒരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തമൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് ഇത് ന്യൂട്ടന്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ദൈവമാണെന്ന് പറഞ്ഞ് ആ ഒരു അന്വേഷണം അവിടെ അവസാനിച്ചെങ്കിൽ ഇന്നുള്ള ഈ പുരോഗതിയൊക്കെ ഇനിയും ഒരു 100 വർഷം വൈകിയേനെ. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞു നിർത്തുന്നത് സത്യത്തിൽ പുരോഗതിനെ തടയലും പിന്നോട്ട് വലിക്കലുമാണ്. അപ്പോൾ മതത്തിന്റെ വക്താക്കളും ഇങ്ങനെയുള്ള പല പുസ്തകത്തിന്റെ ആളുകളൊക്കെ ഇങ്ങനെ പല മുഖം രക്ഷിക്കൽ പരിപാടി ചെയ്യുമ്പോൾ ഇതൊക്കെ പല രീതിയിൽ നമ്മുടെ ശാസ്ത്രത്തിനെ നമ്മുടെ പ്രോഗ്രസിനെയൊക്കെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം എന്താ കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ അറിവ് വളർന്നു വന്നപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളിലേക്ക് ആ ഗ്യാപ്പുകളിലേക്ക് ദൈവത്തിനെ കൊണ്ട് ഇരുത്തി. അങ്ങനെ ആ വിടവുകളിലേക്ക് കൊണ്ട് ദൈവത്തിനെ ഇരുത്തിയതിനെ പറയുന്ന ഒരു ടേമാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് അഥവാ വിടവുകളിലെ ദൈവം എന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.